മുസ്ലിം ലീഗിൻ്റെ സമാരാധ്യനായ അധ്യക്ഷനാണ്. സന്ദീപ് UDFൻ്റെ ഘടകകക്ഷി നേതാക്കളെ എല്ലാവരെയും കാണും. സംശയം എന്താ? ഞങ്ങളുടെ ഘടകകക്ഷി നേതാവിൻ്റെ ഞങ്ങളെല്ലാവരും പോകണമല്ലേ? ഘടകകക്ഷി നേതാവിൻ്റെ വീട്ടിൽ പോയതിൻ്റെ എന്താ പ്രശ്നം? ഇതിനെന്ത്? ഞാൻ ചോദിക്കുന്നത്, സന്ദീപ് വാര്യർ കോൺഗ്രസിൽ ചേർന്നതിൽ ഇത്ര അസ്വസ്ഥത പിണറായി വിജയൻ എന്താ കാര്യം? CPM-കാരെ കൊന്നു എന്ന് CPM-കാർ ആക്ഷേപിച്ച RSS നേതാവ് OK വാസുവിനെ ചുവന്ന ഷാളിട്ടും ചുവന്ന മാലയിട്ടും സ്വീകരിച്ച ആളല്ലേ പിണറായി വിജയൻ? മറന്നുപോയോ? എന്നിട്ട് അയാളെ മലബാറിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റാക്കി. എന്നിട്ട് വന്നിട്ട് ഞാൻ എൻ്റെ ഭാഷയല്ല, ഉളുപ്പില്ലാതെ സംസാരിക്കാമെന്ന് പറയുന്നത് എൻ്റെ ഭാഷയല്ല, ഞാൻ അറിയാതെ പോലും അങ്ങനെ പറയുന്ന ആഗ്രഹിക്കും. മുഖ്യമന്ത്രി സ്ഥിരം പറയുന്ന ഭാഷയാണ്. എന്നിട്ട് ഉളുപ്പില്ലായ്മ എന്ന് പറയുന്നത് ഞാനത് പറയുന്നില്ല, ആ വാക്ക് പറയുന്നില്ല. OK വാസി BJP നേതാവ് പോലുമല്ല, RSS നേതാവ്. അവരുടെ CPM അണികളെ, പാവപ്പെട്ട CPM-കാർ ഇപ്പം അല്ല പണ്ട്, അത് പഴങ്കഥയാണ്, ഇപ്പം സഖ്യത്തിലാണല്ലോ. കൊന്നുവെന്ന് CPM-കാർ തന്നെ ആക്ഷേപിച്ച നേതാവിനെ മാലയിട്ട് സ്വീകരിച്ച ആളാണ്. എന്നിട്ട് സന്ദീപ് വാര്യർ കോൺഗ്രസിൽ ചേർന്നപ്പോൾ ഭയങ്കര വിഷമം. BJP ക്യാമ്പിലുള്ള കൂട്ടക്കരച്ചിലിനേക്കാൾ ഉറക്കെ കേൾക്കുന്ന കൂട്ടക്കരച്ചിൽ CPM ക്യാമ്പിൽ നിന്നാണ്. മുഖ്യമന്ത്രി തന്നെ വന്ന് പൊട്ടിക്കരച്ചു. ആരെ ആരാ പറഞ്ഞ? എന്തൊക്കെ പറഞ്ഞു പുള്ളി? ക്രിസ്റ്റൽ ക്ലിയറായ നേതാവാണ് സന്ദീപ് വാര്യർ എന്ന് പറഞ്ഞ ആളല്ലേ AK ബാലൻ. AK ബാലൻ്റെ ഉള്ളിൽ ഇത് UDF ജയിക്കണമെന്നാണ് നിങ്ങൾക്ക് സംസാരിക്കാൻ കേൾക്കുമ്പോൾ മനസ്സിലാവില്ല. ഇവരൊക്കെ എവിടെയായിരുന്നു? ഇവരൊക്കെ SFI നേതാക്കളായിരുന്നല്ലോ. ജമാഅത്ത് ഇസ്ലാമിയുടെ ആസ്ഥാനത്തിൽ പിണറായി വിജയൻ സന്ദർശിക്കുന്ന കാലത്ത് ഞാൻ പറഞ്ഞല്ലോ, 33 പതിറ്റാണ്ട് 30 വർഷം ജമാഅത്ത് ഇസ്ലാമി CPM-ൻ്റെ കൂടെ. ഞാൻ 6 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ 5 തെരഞ്ഞെടുപ്പിൽ എനിക്കെതിരായിരുന്നു ജമാഅത്ത് ഇസ്ലാമി. LDF കാൻഡിഡേറ്റിൻ്റെ കൂടെയായിരുന്നു. അവരുടെ വീട്ടിൽ ഈ കോടിയേരി ബാലകൃഷ്ണനും പിണറായി വിജയനും എല്ലാവരും പോയിട്ടുണ്ട്. അവരുടെ വീടുകളിൽ ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ നേതാക്കളുടെ. എന്നിട്ട് ഇപ്പോൾ പറയുകയാണ് അങ്ങനെ ഇവർ പറയുന്നതനുസരിച്ച് മാറുക. ഇപ്പോൾ സന്ദീപ് വാര്യർ CPM-ൽ ചേർന്നിരുന്നെങ്കിൽ റെഡിയായിട്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ല, റെഡിയായിട്ട് ബൊക്കയും ഷാളും ഒക്കെ മേടിച്ച് വെച്ച് റെഡിയായിട്ട് നിൽക്കുമല്ലായിരുന്ന അല്ലേ? എല്ലാവർക്കും അറിയാമല്ല. ഞങ്ങളതിനെ വെയിറ്റ് ചെയ്യിപ്പിച്ച് ഒരാഴ്ച വെയിറ്റ് ചെയ്ത് എന്തിനാണെന്നറിയാം? ഇവരുടെ ഗുഡ് സർട്ടിഫിക്കറ്റ് കൂടി വാങ്ങിച്ചുകൊണ്ട് സന്ദീപ് വരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. എല്ലാ CPM നേതാക്കന്മാരുടെയും സർട്ടിഫിക്കറ്റിൻ്റെ ഒരു ഫയലുമായിട്ടാണ് സന്ദീപ് വാര്യർ കോൺഗ്രസിൽ പ്രവേശിച്ചത്. അതിലെ ഈ താങ്കളുടെ ചോദ്യത്തിന് യാതൊരുവിധ പ്രസക്തിയില്ല. നിങ്ങളിത് പത്മജ വേണുഗോപാലിനോടും അനിൽ ആന്റണിയോടും ചോദിച്ചിട്ടില്ല, മനസ്സിലായില്ല? അതുകൊണ്ട് എന്നോടും ചോദിക്കേണ്ട ആ ചോദ്യം. ഈ ശാപവാക്കുകളാണ്. എനിക്ക് കണ്ടകശനിയാണ്, എന്നെയും കൊണ്ട് കണ്ടകശനി പോവുള്ളൂ. സാധാരണ ശപിക്കാറുള്ള ആളുകൾ ആരാ? വലിയ താപസമാരാണ് ശപിക്കാറുള്ളത്. അവരെവിടെ ഇരിക്കുന്നത്? അവർ പച്ചലയിലും മരവുരിയിലും ഒക്കെയാണ് ഇരിക്കുന്നത്. ഈ താപസിനിരിക്കുന്ന എവിടെയാണ്? കള്ളപ്പണത്തിൻ്റെ മീതെ. എന്നിട്ട് എന്നെ ശപിക്കുക. ബൈബിളിലെ സുഭാഷിതങ്ങളിലൊരു വാക്യമുണ്ട്, പാറിപ്പറക്കുന്ന കുരുവിയും തെന്നിപ്പറക്കുന്ന മീവൽ പക്ഷിയും എങ്ങും ഇരിക്കാത്തതുപോലെ അകാരണമായ ഒരു ശാപം ആർക്കും ബാധിക്കില്ല. ആ കളക്ടറുടെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. റിട്ടേണിംഗ് ഓഫീസർ എന്ന നിലയിൽ അത് ചെയ്യാൻ പറ്റില്ല. ഇവിടെ കള്ളവോട്ട് ചേർന്നിട്ടുണ്ടെങ്കിൽ